കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ ഇല്ലാതെ പരീക്ഷ മുടങ്ങി. ഇന്ന് നടക്കേണ്ട രണ്ടാം സെമസ്റ്റർ MDC പരീക്ഷകളാണ് മുടങ്ങിയത്. പരീക്ഷ മെയ് 5-ാം തീയതിയിലേക്ക് മാറ്റിയതായി സർവകലാശാല അറിയിച്ചു. സാങ്കേതിക പ്രശ്നമെന്നും സർവകലാശാലയുടെ വിശദീകരണം പുറത്തുവരികയാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, കഴിഞ്ഞ ദിവസമാണ് ഒരു കോളേജിൽ ചോദ്യപേപ്പർ ചോർന്നത് വലിയ വിവാദമായിരുന്നു. ഒന്നെങ്കിൽ ചോദ്യപേപ്പർ ചോരുന്നു, അല്ലെങ്കിൽ ചോദ്യപേപ്പർ ഇല്ല. എന്താണ് കണ്ണൂർ സർവകലാശാലയിൽ സംഭവിക്കുന്നത്? ബിനിൽ, ഏതായാലും കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് കണ്ണൂർ സർവകലാശാലയിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പരീക്ഷാ ഹാളിലെത്തി ആൻസർ പേപ്പറിൽ കൃത്യമായ വിവരങ്ങൾ, രജിസ്റ്റർ നമ്പറും മറ്റു കാര്യങ്ങളുമെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞ് ചോദ്യപേപ്പറിന് വേണ്ടി വിദ്യാർത്ഥികൾ കാത്തിരിക്കുക. ആ സമയത്ത് ചോദ്യപേപ്പർ മെയിലായി അയച്ച് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. തുടർന്ന് വിദ്യാർത്ഥികളോട് പരീക്ഷ മാറ്റിവെച്ചു, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുക. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ കണ്ണൂർ സർവകലാശാല പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രണ്ടാം സെമസ്റ്റർ MDC പരീക്ഷകളാണ് ഇത്തരത്തിൽ മുടങ്ങിയിരിക്കുന്നത്. പരീക്ഷയുടെ 7 വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾ ഇമെയിലായി അയച്ച് കൊടുത്തിരുന്നില്ല കോളേജുകളിലേക്ക്, അത് ലഭിച്ചിരുന്നില്ല. ഇതോടുകൂടിയാണ് ആൻസർ പേപ്പറിൽ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂരിപ്പിച്ച് പരീക്ഷ എഴുതാൻ കാത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യമില്ലാതെ മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പിഴവ് ബോധ്യപ്പെട്ടതോടുകൂടി മെയ് 5-ാം തീയതിയിലേക്ക് പരീക്ഷ മാറ്റിവെച്ചതായി സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറാണ് സംഭവിച്ചത് എന്നതാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. പക്ഷേ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഈ മെയിൽ വഴി ചോദ്യപേപ്പർ അയച്ചു നൽകുന്ന സംവിധാനം, കണ്ണൂർ സർവകലാശാല നടത്തിവരുന്ന പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തെ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സംവിധാനത്തിൻ്റെ പിഴവായിട്ടാണ് ഈ പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ ചോദ്യപേപ്പർ അധ്യാപകർ തന്നെ ചോർത്തി നൽകുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഈ സംവിധാനത്തിനെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വീണ്ടും സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏതായാലും ഒരു പുസ്തകം പോലെ കിടക്കുകയാണ് കണ്ണൂർ സർവകലാശാലയിലെ പരീക്ഷാ നടത്തിപ്പ് എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് കണ്ണൂർ സർവകലാശാല അധികൃതർ ആണ്. ചോദ്യപേപ്പർ ഇല്ലാതെ പരീക്ഷ മുടങ്ങുന്നത് വിദ്യാർത്ഥികൾ അറിയുന്നത്, അധ്യാപകർ അറിയുന്നത് കുട്ടികൾ ആൻസർ ഷീറ്റിൽ പേരും റോൾ നമ്പറും എല്ലാം എഴുതിയ ശേഷമാണ് എന്നുള്ളത് എവിടെയും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും അതിൻ്റെ മന്ത്രിക്കും കൂടിയാണ്.